ഹലോ, ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗ് കണ്ടാലോ? അപ്പൊ ഉച്ചക്കത്തേക്കിന് ബിരിയാണിയാണ് വെക്കുന്നത്. സൺഡേ പാടി ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ ഇണക്കാറുണ്ട് വല്ലപ്പോഴും. ഇന്ന് വീട്ടിലേക്ക് ചേട്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടാനെ കൂടെ കരുതിയിട്ടാണ് ഇവിടെ ചിക്കൻ ബിരിയാണി ഞാൻ വെക്കുന്നത്. ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ച് പുള്ളിക്കാരനെ കൊണ്ടാണ് ഞാൻ കഴിപ്പിക്കുന്നത്. പുള്ളിക്ക് അത് സന്തോഷമാണ്, പുള്ളിയുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇതേ ബിരിയാണി മസാല കൂടി ഇട്ടിട്ട് ഗ്രേവി അങ്ങനെ സെറ്റാക്കി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞാപ്പയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആളിതേ അപ്പാപ്പയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ബിരിയാണി ഇവിടെ സെറ്റായി. അങ്ങനെ ചേട്ടായി വന്നു, ചേട്ടാക്ക് ഫുഡൊക്കെ കൊടുത്തു. ഈ ദിവസത്തെ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടായിക്ക് വീഡിയോയിൽ വരാനായിട്ട് ഇഷ്ടമില്ലാതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, വൈകിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും അവളുടെ കുഞ്ഞാട്ടത്തെ പള്ളിയിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ മറക്കണ്ട, എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഈവനിങ് ആണ് പള്ളിയിൽ പോകുന്നത്, 5 മണിക്കത്തെ കുർബാനയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ദിവസം ഞാനത് കൊണ്ടുവന്നില്ല. അലമ്പായിരിക്കും, മൊത്തത്തിൽ പള്ളിക്കണമെന്ന് ബഹളമായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ എഴുത്തേൽപ്പിച്ചിട്ട് ഞാൻ ഇവരുടെ ഒപ്പം പോയി. ഈ കുരിപ്പിന് എന്തായാലും 6 months ആയിട്ടുണ്ട് കേട്ടോ. ആളുടെ ബാപ്റ്റിസം തന്നെ കഴിഞ്ഞിട്ട് 3 ആഴ്ചയായിരുന്നു. അങ്ങനെ ആളിന്റെ കയ്യിലോട്ട് പോന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയൊരു ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ആളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ അങ്ങ് പെയ്തായിരുന്നു കേട്ടോ. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്നൊക്കെ പോയിട്ടോ. അങ്ങനെ കുർബാനയൊക്കെ തീർന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോകുന്ന വഴി ഞങ്ങളത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ഒരു ഷേക്ക് കുടിക്കാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാള് കളിയും ചിരിയായിട്ട് അങ്ങനെ നിൽക്കുവാണ്. ഇപ്പം എന്തെങ്കിലും വലിയ പ്രശ്നമില്ല. ഇപ്പൊ അമ്മയുടെ മുഖത്തൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് ആളങ്ങനെ ഇരിക്കുന്നുണ്ട്. ടേബിൾ ഫാനിന്റെ തൊട്ട് മുന്നിൽ പോയിരിക്കുന്നുണ്ടാവണം. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. മുടിയൊക്കെ പറഞ്ഞ ഒരുമാതിരിയൊക്കെ ആയിട്ടോ. അപ്പൊ നല്ല രീതിയിൽ ജലദോഷമുണ്ട്, എങ്കിലും തണുത്തത് കാണുമ്പോൾ വീടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്നിറങ്ങി നേരെ വീട്ടിലേക്ക് പോകണുണ്ട്. അപ്പൊ കുഞ്ഞാപ്പ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇവക്കാണെങ്കിൽ വീട്ടിൽ വരാൻ അത്യാവശ്യം നാണോ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നേരത്തെ കാളമൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.